റോഷിപ്പാൽ, ഇപ്പോൾ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽപാതയ്ക്കും ബദലായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പദ്ധതി. ഇപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, 2027 തുടങ്ങി 12 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന തരത്തിലാണ് 583 കിലോമീറ്റർ വേഗത്തിലുള്ള ദൈർഘ്യത്തിലുള്ള ഈ അതിവേഗ റെയിൽപാത സംസ്ഥാനത്ത് നിർമ്മിക്കാൻ വേണ്ടി സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഈ കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ DPR തയ്യാറാക്കി സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കേന്ദ്ര നഗരവികസന മന്ത്രി ഇത് സംബന്ധിച്ച് ചില ഉറപ്പുകൾ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഡൽഹി മീററ്റ് ഈ അതിവേഗ റെയിൽപാത, ആ കോറിഡോർ അത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു സാഹചര്യത്തിൽ ആണ് സംസ്ഥാനം ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കുന്നത്. നേരത്തെ കെ-റെയിൽ പദ്ധതിയായിരുന്നു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച കേന്ദ്ര റെയിൽ മന്ത്രാലയം അനുമതി നൽകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ അതിവേഗ റെയിൽപാത നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. 160 മുതൽ 180 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാത നിർമ്മിക്കുക. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഭൂമി ഏറ്റെടുക്കുന്നത് കുറയ്ക്കാൻ കഴിയും. കാരണം പൂർണ്ണമായും തൂണുകളിലായിരിക്കും ഈ റെയിൽപാത നിർമ്മിക്കുക. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് കേന്ദ്രമന്ത്രി തന്നെ കൂടിക്കാഴ്ചയിൽ ഈ കാര്യത്തിന് അനുകൂലമായി പ്രതികരിച്ചു എന്ന് തന്നെയാണ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തത്. മാത്രവുമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോവും പൂർത്തീകരിക്കും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് ഈ അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കുക. അതിനുശേഷം പിന്നീട് കോഴിക്കോട്ടേക്ക്, അത് കഴിഞ്ഞ് പിന്നീട് കോഴിക്കോട് നിന്നും ഘട്ടങ്ങളായി 4 ഘട്ടങ്ങളായി പദ്ധതി പൂർത്തീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 20% സംസ്ഥാന സർക്കാരും 20% കേന്ദ്ര സർക്കാരും പണം മുതൽ മുടക്കും. 60% വായ്പ കണ്ടെത്താൻ വേണ്ടിയാണ് തീരുമാനം. അത് വിദേശ വായ്പയടക്കം കണ്ടെത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ അതിവേഗ റെയിൽപാതയുടെ പ്രത്യേകത മെട്രോവുമായി കണക്ട് ചെയ്യാൻ പറ്റും എന്നതാണ്. മെട്രോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അത് തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമായാൽ ആ മെട്രോയുമായി ബന്ധപ്പെടുത്തും. കൊച്ചി മെട്രോയുമായും കോഴിക്കോട് മെട്രോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നത്. ഏതായാലും ജനപ്രിയമായ പദ്ധതികൾ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ, അത് ബജറ്റിന് മുമ്പ് തന്നെ ആ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. അത് ഗതാഗത വകുപ്പിനാണ് ഇതിൻ്റെ ഏകോപന ചുമതല. അത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ട് നടപ്പിലാക്കാനുള്ള ചുമതല നൽകി കഴിഞ്ഞു. താങ്ക് യു റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്.